നിരീക്ഷണ പാഠവം കൊണ്ട് മലയാള മാധ്യമ രംഗത്ത് തന്റേതായ അടയാളപ്പെടുത്തലുകൾ തീർത്ത അനുഗ്രഹീത പ്രതിഭ ഖാസിം ഇരിക്കൂർ സദസ്സിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, സുപ്രഭാതം എക്സിക്യൂട്ടീവ് എഡിറ്റർ അടക്കമുള്ള വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്ഥാപനത്തിൽ ഇതാദ്യമായിട്ടല്ല ഞാൻ വരുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു മീഡിയ സെമിനാറിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ വന്യനായ എഡിറ്റർ ബഹുമാനപ്പെട്ട ഒ അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹവും ഇതിന്റെ സംഘാടകരും ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിവിധ മാധ്യമങ്ങളുടെ, പത്രങ്ങളുടെയൊക്കെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇവിടെ വരികയും നിങ്ങളെ കാണുകയും ചെയ്യുക എന്നുള്ളത് പുതിയ അനുഭവമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. കോഴിക്കോട് ജില്ലയിലെ മത ഭൗതിക വിദ്യാഭ്യാസം നൽകി പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ഇത് എന്ന് ഞാൻ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിന്റെ വാർഷിക യോഗങ്ങൾ പലപ്പോഴും തന്നെ കേരളത്തിലെ ദൈക്ഷണികമായ ചിന്താപരമായ മേഖലകളിൽ ചലനം സൃഷ്ടിക്കാറുണ്ട് എന്നും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പലപ്പോഴും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന പരിപാടിയിൽ മീഡിയ സെമിനാർ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുക. വളരെ ഇസ്ലാമികപരമായ കാര്യങ്ങൾ ഉമറാക്കളുടെയും ഉലമാക്കളുടെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന കുറേ വിഷയങ്ങളോടൊപ്പം മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് വളരെ അഭിമാനപരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ടാക്കുന്ന കാര്യവുമാണ്. കാരണം ഒരു തരത്തിൽ വളരെ നിഷ്കൃഷ്ടമായ ഒരു അപഗ്രഥനത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി, വിലയിരുത്തലിന് വേണ്ടിയാണ് ഇത്തരം സെമിനാറുകൾ ഉപയോഗപ്പെടുത്താറ്. ഈ വിഷയം തന്നെ ധർമ്മച്യുതി, മാധ്യമങ്ങളുടെ സ്വാധീനം എന്നുള്ളതാണ്. അതായത് ധർമ്മച്യുതിയിൽ സമൂഹത്തിൽ അത് നമ്മുടെ ജീവിത പരിസരാവട്ടെ, ആഗോളതലത്തിലാവട്ടെ, ദേശീയ തലത്തിലാവട്ടെ ഉണ്ടാവുന്ന ധർമ്മച്യുതിക്കൊക്കെ തന്നെ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ധ്വനി ആ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഒരിക്കലും തന്നെ ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം തന്നെ അതോടൊപ്പം ചേരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആദ്യമായി മാധ്യമങ്ങളുടെ ഘടന, പ്രത്യേകിച്ചും ഏറ്റവും ആധുനികമായ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ മുന്നിലിരിക്കുന്നത് ന്യൂ ജനറേഷനാണ്. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് ന്യൂ ജനറേഷൻ എന്നുള്ളതാണ്, പുതിയ തലമുറ. ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു. ഈ പ്രായം കഴിഞ്ഞാണ് നമ്മളെല്ലാം തന്നെ ജീവിതത്തിന്റെ മറ്റൊരു ദിശയിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഈ ന്യൂ ജനറേഷൻ നമ്മുടെ ജനറേഷനുമായി വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ട് എന്നിടത്താണ് മാധ്യമങ്ങളുടെ സ്വാധീനം, മാധ്യമങ്ങളുടെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു 10-15 വർഷം കൊണ്ട് വിവരസാങ്കേതിക രംഗത്ത്, IT രംഗത്തുണ്ടായ വളരെ കുതിച്ചു ചാട്ടം, വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവനും തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും തന്നെ ഇത്തരം സെമിനാറുകൾ പറയുന്ന ചെറിയൊരു അനുഭവമുണ്ട്, എന്റെ വ്യക്തിപരമായ അനുഭവം. ഒരു തവണ, അത് 2 വർഷം മുമ്പ്
ഇടുക്കിയിലെ വാഗമൺ എന്ന് പറയുന്ന വളരെ വിജനമായ പ്രദേശത്തുകൂടി രാത്രി 12 മണിക്ക് നിങ്ങൾ സഞ്ചരിക്കുകയായിരുന്നു. എന്റെ പത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പിന് പോയതായിരുന്നു വാഗമൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വിജനമായ പ്രദേശം. ആ സമയത്ത് എന്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ നിന്ന് എനിക്ക് കേട്ട ശബ്ദം പാപ്പ എന്നുള്ള വാക്കായിരുന്നു. അത് ദുബായിലുള്ള എന്റെ മകളുടെ കുട്ടി, 2.5 വയസ്സുള്ള കുട്ടി എന്നെ വിളിക്കുകയാ. അതും നമ്മളിവിടെ പാതിരാ സമയത്ത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഫോൺ എന്ന് പറയുന്ന സംഭവം ഏത് വയസ്സിലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? കേവലം 2.5 വയസ്സുള്ളൊരു കുട്ടി ഉമ്മ ബാത്റൂമിൽ പോയ സമയത്ത് അതിൽ എന്റെ ഫോട്ടോ കാണുന്ന സമയത്ത് ഒന്ന് മെല്ലെ അമർത്തുകയാണ്, എനിക്ക് എന്നെ വിളിക്കുകയാണ്. അവൾക്ക് ഇപ്പോൾ 4.5 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ എന്നെ വിളിക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, ആശയവിനിമയ രംഗത്തുള്ള കുതിച്ചുചാട്ടം നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തെക്കുറിച്ച് ഒരിക്കലും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ വിപ്ലവകരമായൊരു മാറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ മാറ്റം നല്ലതിനാണോ ചീത്തയാണോ അത് വേറെ സംശയം, വേറൊരു വിഷയമാണ്, വേറെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ആശയ സംവേദന രംഗത്ത്, ആശയം പ്രസരിപ്പിക്കുന്ന രംഗത്ത് ഈ ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ച വികസനം കൊണ്ട് ഒരുപക്ഷെ എനിക്കും സജീവനൊക്കെ തന്നെ പത്രപ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ നമുക്ക് വളരെ എളുപ്പമാണിപ്പോൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരുമായി, ഞങ്ങളുടെ ലേഖകരുമായി, ലോകത്തിന്റെ നാനാഭാഗത്തുള്ളതുമായി ബന്ധപ്പെടുന്നതിന് ഏറ്റവും ചുരുങ്ങിയ ചെലവ് ഞങ്ങൾക്ക് ഇത്തവണ ഇപ്പോൾ സാധിക്കുന്നു. അതുമാത്രമല്ല, ഒരു സാധാരണക്കാരുടെ കയ്യിൽ പോലും നിങ്ങൾക്ക് ഇന്ന് മൊബൈൽ കാണാം. ജീവിതത്തിൽ ഒരിക്കലും തന്നെ പ്രസംഗിക്കാത്തവർ, ജീവിതത്തിൽ ഒരിക്കലും നല്ല വാക്ക് പറയാത്തവർ പോലും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വപ്നങ്ങള്, നമ്മുടെ കിനാക്കള്, നമ്മുടെ പുതിയ തലമുറയുടെ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, വാട്സപ്പ്. കുറച്ചും കൂടി സമ്പന്നരും പൈസ ചെലവാക്കാൻ കഴിവുള്ളവരുമാണെങ്കിൽ ട്വിറ്ററൊക്കെ തന്നെ ഉപയോഗിക്കുന്നു. ഇത്തരമൊരു കാലഘട്ടത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് വെറും പത്രമോ, ഞാനും സജീവനം നടത്തുന്ന പത്രമോ അല്ലെങ്കിൽ ചാനലുകളോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ വിചാരങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളാണ്. വാട്സാപ്പ് ഒരിക്കലും തന്നെ അക്കൗണ്ട് തുറക്കണ്ട എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ എന്ന നിലക്ക് അതുകൊണ്ട് കുറെ മെച്ചമുണ്ട് എന്ന് മനസ്സിലാക്കി തുറന്നപ്പോഴും പലപ്പോഴും തന്നെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചിരിച്ചു പോകും ചില കമന്റുകൾ കാണുന്ന സമയത്ത്. ബുദ്ധിപരമായ കമന്റുകൾ. നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കമന്റ് അയച്ചു. അന്ന് സജീവൻ അവിടെ ഏതോ റിപ്പോർട്ടർ ചാനലിൽ അന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതായത് കോയമ്പത്തൂരിലേക്ക് ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന ഒരു ചർച്ച. അപ്പോൾ അതിൽ വന്ന കമന്റ് എന്താണെന്നറിയില്ലേ? ഇന്ന് ആളുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിലേക്ക് ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് എന്ന്. അതായത് ഞങ്ങൾ പത്രക്കാർ പോലും ചിന്തിക്കാത്ത ഭാഗത്തൂടെ വളരെ സാങ്കല്പികമായ കുറെ ആശയങ്ങൾ ഇതിൽ കൂടി കൈമാറുകയാണ്. പുതിയ തലമുറയോട് ഞാൻ ഒരിക്കലും തന്നെ വാട്സപ്പ് ഉപയോഗിക്കേണ്ട, ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ട ഞാൻ പറയാറില്ല. നിങ്ങൾ ഉപയോഗിക്കണം. പക്ഷെ ഉപയോഗിക്കുന്നത് യു ഷുഡ് ബി ഇൻ എ ക്രിയേറ്റീവ് വേ. അത് ക്രിയാത്മകമായ രൂപത്തിലായിരിക്കണം. എന്റെ ഈ വിദ്യാർത്ഥികളുടെ പ്രായത്തിലുള്ളവരെ ഞാൻ അടുത്ത കാലഘട്ടത്തിൽ അഭിസംബോധന ചെയ്യുണ്ടായി. 2000-ഓളം കുട്ടികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ സംഗമിച്ചവരെല്ലാം തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു നന്ദി ഗ്രൂപ്പ്, ദാറുസലാം ഗ്രൂപ്പ്, വിദ്യാർത്ഥി ഗ്രൂപ്പ്. അതൊരു ഓരോ ദിവസവും ഇവർ കൈമാറുന്നത് രാവിലെ തന്നെ ഒരു ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാർ ആവശ്യത്തിൽ നൽകിയ ഒരു ക്ലാസുമാവട്ടെ. എന്തുകൊണ്ട് നമുക്ക് അത് കൈമാറാൻ സാധിക്കുന്നില്ല? പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്, നമ്മുടെ പെൺമക്കളാ, നമ്മുടെ സഹോദരിമാരാ. ഇവിടെ നിന്നൊരു പലഹാരം ഉണ്ടാക്കും, ഉടനെ തന്നെ ദുബായിലേക്ക് അയച്ചു കൊടുക്കും. ദുബായിൽ നിന്ന് വേറൊരു പലഹാരം, ഉറുപ്പില്ലാത്ത പലഹാരത്തിന്റെ രൂപ ഇങ്ങോട്ടേക്ക് പടുത്തേക്കും. അതായത് ഒരു ടീം മേശയിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക പെൺകുട്ടികൾ. ഉടനെ സൗദി അറേബ്യയിലുള്ള ഭർത്താവിനേക്ക് അങ്ങ് അയച്ചു കൊടുക്കുകയാണ്. കാരണം ഇവനെ അത് കണ്ടിട്ട് നാവിൽ നിന്ന് വെള്ളം മൂറട്ടെ എന്നുള്ള ആകെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് അയച്ചു കൊടുക്കുക. അതായത് ആശയവിനിമയത്തിന്റെ ഒരു ടെക്നോളജിയുടെ വളർച്ച നമ്മുടെ കാഴ്ചപ്പാടുകളാക്കി മാറ്റിമറിച്ചിരിക്കുക.
ഒരു പത്രപ്രവർത്തനത്തിൽ ഞാൻ പലപ്പോഴും തന്നെ പറയാറുണ്ട്, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ആ സാങ്കേതികപരമായ ആ പ്രാപ്തി, ആ ശേഷി നമ്മൾ എന്തുകൊണ്ട് ദഅവത്തിന്റെ കാര്യത്തിൽ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ? ഇവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. നിങ്ങൾ പറയേണ്ടായി, അതായത് സമൂഹത്തിന്റെ ഉണ്ടാവുന്ന ജീർണത, ധർമ്മച്യുതിയിൽ മാധ്യമങ്ങൾ എങ്ങനെ പങ്കുവഹിക്കുന്നു എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങൾ ഇന്ന് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാല് ഒരു വ്യവസായ സ്ഥാപനങ്ങളാണ്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെയും അബ്ദുൽ കലാം ആസാദിന്റെ ഒക്കെ കാലഘട്ടത്തില്. ആ കാലഘട്ടത്തിൽ നാട്ടിനെ നന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ പരിവർത്തനത്തിന് വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഒരു നേതാവാകണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു പത്രം വേണമായിരുന്നു എല്ലാവരുടെ കയ്യിലും. ഗാന്ധിജിക്ക് എത്ര ഡിക്ലറേഷൻ ഉണ്ടായിരുന്നെന്ന, ഗാന്ധിജിയുടെ കയ്യിൽ നിരവധി ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. സംഭവം മുഹമ്മദ് അലി ജോഹറിന്റെ കയ്യിലുണ്ടായിരുന്നു 4-5 ഡിക്ലറേഷൻ. ഇവിടെ കേരളത്തിലെ അല്ലമീൻ പത്രമൊക്കെ തന്നെ അത്തരം ഒരു ദൗത്യത്തോടുകൂടി തുടങ്ങിയ പത്രങ്ങളാണ്. പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം പത്രങ്ങളുടെ ദൗത്യം മാറി എന്ന് വരുന്ന സമീപ കാലഘട്ടത്തിൽ അതൊരു വൻ വ്യവസായമായിട്ട് മാറി. വൻ വ്യവസായമായി മാത്രമല്ല, ഒരു ശാക്തീകരണത്തിന് ശക്തിയായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് സുപ്രഭാതമൊക്കെ തുടങ്ങിയിരിക്കുന്നത്, ഒരു ശാക്തീകരണത്തിന്റെ ഭാഗമെന്ന നിലക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കേരളത്തിലാകെ 50 ലക്ഷം മുസ്ലിങ്ങളേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് 5 പത്രങ്ങളുണ്ട് ഇവിടെ, മുസ്ലിം മാനേജ്മെന്റിൽ നടത്തുന്ന. ലോകത്തിൽ ഒരു വിഭാഗത്തിനും ഇങ്ങനെ 5 പത്രമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. 5 പത്രമുണ്ട് മുസ്ലിം മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ. ഞാൻ പലപ്പോഴും തന്നെ അന്വേഷിച്ചു നോക്കി, ഏതെങ്കിലും യഹൂദ ജൂതവർഗത്തിനുണ്ടോ എന്ന്. അവർക്കില്ല, ഇത്രയധികം പത്രങ്ങളില്ല. എന്തിന്? സാധാരണ പറയാറുണ്ട്, ഇൻഫോർമേഷൻ ഇസ് ദ പവർ, വിവരങ്ങൾ ശക്തിയാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ആരുടെ കയ്യിലാണോ മീഡിയ ഉള്ളത് അവർ ശക്തിയുള്ളവരാണ് എന്ന് യാതൊരു സംശയവുമില്ല. സ്വാധീനശേഷി ഉണ്ടാവുന്നത് തീർച്ചയാ. നിങ്ങളൊരു പക്ഷേ എടുത്തു വെച്ച കാല് ആ നിലക്ക് വളരെ നല്ലൊരു കാൽവെപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഞങ്ങൾ പത്രക്കാരെ സംബന്ധിച്ചോളം 1000 കുസുമങ്ങൾ ഒന്നിച്ച് വിടരട്ടെ എന്ന കുറെ പത്രങ്ങളുണ്ട്. അവിടെ കിട മത്സരത്തിന്റെ ഏറ്റവും നല്ലൊരു ഉപാധി തന്നെയാണ്. കേരളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആകെ കേരളത്തില് മലയാളം സംസാരിക്കുന്നവർ ലോകത്ത് മൊത്തം എടുത്തു നോക്കിയാൽ 4 കോടി മാത്രമേ ഉള്ളൂ. 4 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ ചുരുങ്ങിയത് 120-ലധികം ഡിക്ലറേഷൻ ഉണ്ട് പത്രങ്ങൾ. ചുരുങ്ങിയത് മനുഷ്യന്മാർ വായിക്കുന്ന 10-12 പത്രങ്ങളുണ്ട്. ജനങ്ങൾ വായിക്കുന്ന പത്രങ്ങൾ തന്നെ 10-12 ഉണ്ട്. 4 കോടി ജനങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ 4 കോടി ജനങ്ങളുടെ കേരളത്തിന് ഇത്രയധികം ചാനൽ ആവശ്യമുണ്ടോ? നേരത്തെ പറഞ്ഞ 4 കോടി ജനങ്ങൾ മാത്രം മലയാളത്തിലുള്ള ഇത് കാണുന്നുള്ളൂ. ഒരു ഭാഗത്ത് പശ്ചിമഘട്ടമാണ്, മലയാണ്, അതിന്റെ അപ്പുറം കാണില്ല. മറ്റൊരു ഭാഗത്തുള്ളത് ഇപ്പൊ അറബിക്കടലാണ്, ഇപ്പോൾ ഗൾഫിൽ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു വശം. എനിക്ക് തോന്നുന്നു പലപ്പോഴും തന്നെ ഇത്തരം ചടങ്ങുകളിൽ വെച്ച് ധർമ്മച്യുതി എന്നുള്ള വാക്കുപയോഗിക്കുന്ന സമയത്ത്, മാധ്യമങ്ങളെ കുറിച്ച് പരാതികൾ വരുന്ന സമയത്ത് നാല് പേരെങ്കിലും കാണും. ഇത് കൊടുക്കണോ വേണ്ടേ ആലോചിക്കും. അവസാനം ഒരു എഡിറ്റർ ഉണ്ടാവും, അദ്ദേഹം ഒരു വിധി പറയും, വേണ്ട കൊടുക്കേണ്ട, ഇത് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കും, അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും, അല്ലെങ്കിൽ ഇത് സഭ്യേതരമാണ് എന്നുള്ള വാക്കെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കും. പക്ഷേ വിഷ്വൽ മീഡിയക്ക് അതൊന്നുമില്ല. അവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം അതിന്റെ മെത്തേഡ് അതാ. പലപ്പോഴും തന്നെ തെരുവിൽ വെച്ച് നേരിട്ടാണ് അവർ എയർ ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവരോട് നിങ്ങൾ ഈ വിധത്തിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ, പറയാൻ പാടുള്ളൂ എന്നൊരിക്കും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇത് ഇപ്പോഴും ശൈശവദശയില്ല. ഒരു ചെറിയ സത്യം പറയാൻ, ഞാൻ ഇവിടുത്തെ കേരളത്തിൽ 1-2 ചാനലുകൾ മാത്രമേ കാണാറുള്ളൂ. അതിന് പ്രധാന കാരണം മറ്റൊക്കെ തന്നെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്, ഒരു വേസ്റ്റാ. പലപ്പോഴും കിട്ടുന്ന സമയത്ത് ഒന്നിക്കൽ NDTVയോ അല്ലെങ്കിൽ അൽ ജസീറയോ BBC മറ്റേ കണ്ടു കഴിഞ്ഞാൽ ചുരുങ്ങിയത് നമുക്ക് കുറച്ച് വിവരങ്ങൾ ഉണ്ടാവും. അവിടെ അൽ ജസീറ ആവട്ടെ, BBC ആവട്ടെ, അല്ലെങ്കിൽ NDTV ആവട്ടെ, അവരൊരു ചർച്ചയിൽ നടത്തുന്ന സമയത്ത് അതിൽ പങ്കെടുപ്പിക്കുന്നത് ആ വിഷയത്തിൽ അവഗാഹമുള്ളവരെയാ. ഉദാഹരണമായി ഒരു ഇസ്ലാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ അഗാധമായി പഠിച്ച മനസ്സിലാക്കിയ പണ്ഡിതനെയാണ് അവർ ഉൾപ്പെടുത്തുന്നത്. കേരളത്തിൽ അതല്ല. നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ നോക്കൂ, എന്ത് വിഷയമുണ്ടായാലും, ആന പ്രസവിച്ചാലും
ഏതെങ്കിലും ഒരാൾ കോടതി ശിക്ഷിച്ചാലൊക്കെ 1-2 ആൾക്കാരുണ്ട് നിലവിദ്വാന്മാർ, അവരെ വിളിച്ചിട്ടാണ് ചർച്ച ചെയ്യുക. പലപ്പോഴും തന്നെ സഭ്യധർമ്മം നമുക്ക് ഉപയോഗമാക്കുന്ന ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നത്. അതിൽ ഞങ്ങൾ പത്രക്കാരെ വിളിക്കെന്ന് പറഞ്ഞാൽ പലപ്പോഴും തന്നെ സമാശ്വസിക്കാറ് പത്രക്കാരെ രംഗത്തേക്ക് വരുന്നവരാ. പത്രക്കാരെ വരുന്ന സമയത്ത് ചുരുങ്ങിയത് അല്പം ആഴത്തിൽ അല്ലെങ്കിൽ നിഷ്പക്ഷമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും തന്നെ നമ്മുടെ നിലവിദ്വാന്മാര് ആരോ പറയാറുണ്ട്, രാവിലെ തന്നെ പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാ, എന്നെ ഏത് ചാനലാ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു അവസ്ഥ കേരളത്തിലെ അന്തരീക്ഷത്തെ വളരെ വൃത്തികേടാക്കിയിട്ടുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികൾ ആ വ്യക്തികളെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ചർച്ചകൾ നടത്തി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയിൽ 2 വ്യക്തികൾ ഒരിക്കലും തന്നെ മാന്യമായ ഒരു വിധാനത്തിലെത്തിയവരല്ല. അവർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരാ. അവര് നമ്മൾ തെരുവിൽ പോലും വിളിക്കാത്ത തെറിവിളികൾ പരസ്പരം വിളിച്ചപ്പോൾ പിറ്റേന്ന് ആ ചാനലുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ റേറ്റിംഗ് വളരെ അങ്ങ് മേലെ കയറിയിരിക്കുക, കാരണം നമുക്ക് വേണ്ടത് ഇത്തരം തെറിവിളിയാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നു. എന്തേ, നിങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരുടെ വാട്സപ്പിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും, കണ്ടോ ഇവന്റെ ഈ തെറിവിളി. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. എന്തുകൊണ്ട് കുറച്ചും കൂടി വസ്തുനിഷ്ഠമായി വിത്ത് ഒബ്ജക്ടിവിറ്റി എന്ന് പറയും സത്യസന്ധമായി ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെ അല്ലെങ്കിൽ ചാനലുകളെ നിങ്ങൾ മുഖവിലക്കെടുക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല? അവിടെയാണ് പ്രശ്നം വരുന്ന സംഭവം. കേരളം അലങ്കോലപ്പെട്ടിരിക്കുക. ഞാൻ പലപ്പോഴും തന്നെ പറയാറുണ്ട്, അലങ്കോലപ്പെട്ടിരിക്കുക. വ്യക്തിപരമായി പലപ്പോഴും തന്നെ സങ്കടം തോന്നാറുണ്ട്. നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ അഴുക്കിച്ചാലിലൂടെ വലിച്ചെടുക്കുന്നൊരവസ്ഥ. 100% പത്രങ്ങളിൽ അങ്ങനെ എല്ലാമെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 50% വരെ അവര് അതിന് പരമാവധി ശ്രമിക്കാറുണ്ട്. ഒരു ചെറിയ ഉദാഹരണം, ഞങ്ങളുടെ പത്രം ഒരിക്കലും തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്ന ഫസ്റ്റ് പേജ് കൊടുക്കാറില്ല, 1-ാം പേജ് കൊടുക്കാറില്ല. കാരണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പറയാറുണ്ട്, നിങ്ങൾ ഇപ്പൊ അടുത്ത കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചേ, കുറെ കുടുംബങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യണ്ടേ, ഓരോ ദിവസവും പത്രത്തിൽ കാണാം. മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് പത്രങ്ങൾക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ച് ഒരിക്കലും ആത്മഹത്യകൾ നിങ്ങൾ പൊലിപ്പിച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൊടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യ വാസന എന്ന് പറയുന്ന ഒരു രോഗമാ. അയാളെ പറഞ്ഞ് ഫലമില്ല. ആ രോഗമുള്ളവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു. അടുത്ത ദിവസങ്ങളിൽ തുടരെ ദിവസങ്ങളിൽ കൂട്ട ആത്മഹത്യയുടെ വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ പത്രങ്ങളിൽ വാർത്ത വരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ചിന്തിച്ചു നോക്ക്, നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ പിന്നീട് ആ വീട്ടിലെ അവസ്ഥ, അവിടുത്തെ പെൺകുട്ടികൾക്ക് ഒരു ഭർത്താവിനെ കിട്ടാനുള്ള പുതിയാപ്പിളെ കിട്ടാനുള്ള അവസ്ഥ എന്താ? പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല. സംഭവം നമ്മൾ ഒരു കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നോക്കും ഫോട്ടോയിൽ ഇവർ ചെറുപ്പക്കാരാണോ ചെറുപ്പക്കാരികളാണെന്ന് മാത്രമാണ് നോക്കുക. ഈ തരത്തിലുള്ള ജീർണതക്ക് മാധ്യമങ്ങൾ, ഈ തരത്തിലുള്ള എന്താണ് പറയേണ്ടത്, അപകടകരമായ പ്രവണതക്ക് മാധ്യമങ്ങൾ ഇപ്പോഴും കൂട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പത്രക്കാരി എന്ന് പറയുന്നത് വളരെ പുണ്യവാന്മാരെന്നുമല്ല, സമൂഹത്തിന്റെ മൊത്തത്തിലെ രോഗം അവരെ സ്വാധീനിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് പത്രവ്യവസായം എന്ന് പറയുന്നത് വിപണി മാത്സര്യത്തിന്റേതാണ്. 900 പത്രങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് വിപണി മാത്സര്യം. നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പത്രം കുറച്ചും കൂടി സശേഷം ചെയ്ത് കൊടുക്കുക. ഐശ്വര്യ റായി പ്രസവിച്ചു കഴിഞ്ഞാൽ വലിയ ന്യൂസ്. എന്തേ, ഐശ്വര്യ റായി ഒരു പെണ്ണല്ലേ? സാധാരണ സായിനാഥ് എന്ന് പറയുന്ന പത്രക്കാരൻ പറയാറുണ്ട്, പത്രങ്ങൾ എന്നും തന്നെ ബ്യൂട്ടിഫുൾ പീപ്പിൾ, സുന്ദരന്മാരുടെ പിന്നാലെ മാത്രമേ നടക്കുള്ളൂ. സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട 10,000-കണക്കിന് മനുഷ്യന്മാരിവിടെയുണ്ട്. ഒരു നേരത്തെ ചുറ്റടക്കം വകയില്ലാതെ ജീവിതമായി മല്ലടിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷെ അവരുടെ കാര്യം കൊടുക്കുന്ന സമയത്ത് അവര് നമ്മുടെ വരിക്കാരാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. യാതൊരു സംശയവുമില്ല. എന്നും തന്നെ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ പത്രം എത്താറില്ല. കൃഷിക്കാരുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ പത്രം എത്താറില്ല. അതുപോലെ തന്നെ സാധാരണക്കാരുടെ പ്രാന്തവൽക്കൃത വിഭാഗം, ന്യൂനപക്ഷങ്ങള്, അധസ്ഥിത വിഭാഗങ്ങള്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ മറ്റു പുറമ്പോലേക്ക് വലിച്ചെറിയപ്പെട്ട വിഭാഗങ്ങള്, അതേസമയം ഇല്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എന്തുമാത്രം ആവേശമെന്നോ. നിങ്ങളുടെ കോൺടെക്സ്റ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ 600 കോടിയോളം വരുന്ന ഈ ലോകത്ത് 160, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അനുസരിച്ച് 168 കോടി മുസ്ലിങ്ങളുണ്ട് ഇവിടെ. ഒരു മതവിശ്വാസികളുണ്ട് അവര്. ആ മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്ത് എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.
ഏതോ ഒരു സ്ഥലത്ത് ഏതോ വിവരം കെട്ട, ഏതോ ആത്യന്തികമായ ചിന്താഗതി കൊണ്ട് വെടിതെറ്റിപ്പോയ ഏതെങ്കിലും ഒരുത്തൻ ചാവേറായി കൊല്ലപ്പെടുന്ന സമയത്ത് അവൻ മുഴുവനും തന്നെ ഇസ്ലാമിക ഭീകരവാദിയാവുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഏറ്റവും കൂടുതൽ അടുത്ത കാലഘട്ടത്തിൽ ചാവേറുകൾ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയില. തമിഴ് പുലികൾ ആയിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. നമ്മുടെ ഭയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ജീവിതത്തിന്റെ നട്ടുച്ചയിൽ കൊല്ലപ്പെടുന്നത് ഇത്തരമൊരു ഇതോടുകൂടിയ. പക്ഷേ ഒരിക്കലും തന്നെ അത്തരമൊരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ഈ ഭീകരവാദത്തെ മതത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ ചിത്രീകരിക്കാറില്ല എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുനവ്വറിൽ തങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മതത്തെയോ മതവിഭാഗത്തെയോ ആ കാലുഷ്യ തപന സഞ്ചാരത്തെ ഒരു മാനവികമായ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങളറിയില്ലേ, പാശ്ചാത്യ ലോകത്ത് ധാർമ്മികമായ ഈ ചുതി സാമൂഹ്യപരമായി എല്ലാ തലങ്ങളിലും എത്തിയിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അടുത്ത കാലഘട്ടത്തിൽ നടക്കുന്ന ചർച്ചകൾ. അതായത് മാധ്യമങ്ങൾ കൊടുക്കുന്ന അമിതമായ കവറേജ്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഒരാള് സഭ്യേതരമായ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രസ്താവന കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. തിരുവിതാംകൂർ രാജ കുടുംബത്തിൽ ഒരു ദിവസം പോയ സമയത്ത് അന്നത്തെ രാജാവ് ഞങ്ങൾ പത്രപ്രവർത്തകർക്ക് നൽകിയ ഒരു ഉപദേശം, സഭ്യേതരമല്ലാത്ത അപ്രിയമായ സത്യങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു മക്കളെ എന്ന. അപ്രിയമായ സത്യങ്ങൾ. ഏതെങ്കിലും ഒരു നേതാവ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു സമൂഹത്തെ മൊത്തത്തിൽ അവഹേളിക്കുന്ന സമയത്ത് അത് പ്രസിദ്ധീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാന്യത. അത് മനസ്സിലാക്കണം. അത് പ്രസിദ്ധീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് അമിതമായ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്തു? മാധ്യമങ്ങളുടെ ഈ നിലപാട് കൊണ്ട് എന്താണ് വർഗീയമായി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാമുദായികപരമായി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നൽകുന്നു. അതിന് ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കുണ്ട്, ഹേറ്റ് സ്പീച്ച്, വിദ്വേഷ പ്രചാരണം. ഈ വിദ്വേഷ പ്രചാരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ നല്ലൊരു നിലപാടെടുക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുഴപ്പങ്ങൾ കുറെ ഇല്ലാതാകും. പക്ഷേ വിദ്വേഷ പ്രചാരണമാണ് ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും വലിയ നല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നു. വിദ്വേഷം പറയുന്നു, മറ്റു വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ മാത്രം അവസ്ഥമല്ല, ദേശീയ തലത്തിലും ആഗോളതലത്തിലുമുള്ള പ്രതിഭാസമാണ്. ദേശീയ തലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഈ രാജ്യത്ത് ഒരു പ്രത്യശാസ്ത്രം അധികാരത്തിലേറിയത് വിദേശ പ്രചാരണത്തിൽ കൂടിയ. ഞാൻ ഓർക്കുകയാ, ഹജ്ജ് റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് സൗദി ഗവൺമെന്റിന്റെ ഞാൻ ഉണ്ടായിരുന്നു. 2 വർഷം എനിക്ക് സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ പത്രക്കാർ പരിചയപ്പെടുന്ന സമയത്ത് പരസ്പരം പരിചയ സമയത്ത് ഏത് രാജ്യത്തിൽ നിന്നാണെന്ന് പറയും. ലോകത്തിന്റെ നാനാഭാഗത്ത് 120 രാജ്യങ്ങളിലുള്ള പ്രവർത്തകരുണ്ടായിരുന്നു, പത്രക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അനമിനൽ ഹിന്ദ്, ഞാൻ ഹിന്ദിയിൽ നിന്നാണ് എന്ന് പറഞ്ഞ സമയത്ത് അൾജീരിയയിലെ ഒരു വലിയ ബുദ്ധിജീവി ഓടി വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, യു ആർ ദ ലക്കിയസ്റ്റ് മുസ്ലിം ഇൻ ദി വേൾഡ്. നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും തന്നെ ഭാഗ്യമുള്ളത്. അപ്പോൾ പറഞ്ഞു, ഒരു മതേതര ജനാധിപത്യ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിങ്ങളുടെ എല്ലാ സ്വത്വവും നിങ്ങളുടെ എല്ലാ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ ലോകത്ത് ഒരൊറ്റൊരു വിഭാഗത്തിന് പോലും, ഒരു മുസ്ലിം സമൂഹത്തിന് പോലും സാധിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അത്തരമൊരു വലിയ ജനങ്ങൾ മുഴുവനും തന്നെ ആദരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അധികാരം ഒരു മതേതര വ്യവസ്ഥയിൽ നിന്ന് വളരെ എന്താണ് പറയേണ്ടത്, വിദ്വേഷ പ്രചാരണത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നതിൽ അതിൽ വലിയ പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ്. യാതൊരു സംശയവുമില്ല. ഏറ്റുപിടിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. ഞാൻ നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട മുനവ്വർ തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ഉടത്തിയിരിക്കുകയാണ്. അതായത്
മാധ്യമങ്ങൾക്കൊരു കടമയുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾക്കും ഒരു കടമയുണ്ട്. ടു റെക്ടിഫൈ, തിരുത്താനുള്ളൊരു കടമ. ഏതെങ്കിലും തരത്തിൽ വെടിതെറ്റുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറയാനുള്ളൊരു കടമ. നിങ്ങൾ ചാനലിന്റെ ഓഫീസിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, പത്ര ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പറയാ നിങ്ങൾ ചെയ്ത് തെറ്റാണ്. ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ അധാർമികതയിലേക്ക് നയിക്കാൻ വേണ്ടി, നമ്മുടെ സ്ത്രീകൾ അബദ്ധസഞ്ചാരത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പരിപാടി തെറ്റാണ് എന്ന് ആർജവത്തോടെ പറയുമ്പോൾ മാത്രമേ നമ്മുടെ കടമ പൂർത്തിയാകുന്നുള്ളൂ. ഇത് നമ്മുടെ ഭരണഘടനയിൽ 19A നമുക്ക് എല്ലാ ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് അതിനെ തിരുത്താനും അതുപോലെ തന്നെ അതിനെതിരെ ശബ്ദിക്കാനും നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതും കൂടി വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ധർമ്മച്യുതിക്കെതിരെ നമുക്ക് പോരാടാൻ സാധിക്കും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ നേതാവ് അവിടെ അമേരിക്കയിലേക്ക് മുസ്ലിങ്ങളാരും പ്രവേശിക്കേണ്ട, പള്ളികൾ മുഴുവനും തന്നെ അടച്ചുപൂട്ടണം, ഒരു ഡാറ്റാബേസ് തയ്യാറാക്കി എവിടൊക്കെ മുസ്ലിങ്ങൾ എവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ സമയത്ത് അതിനെതിരെ ആദ്യമായി ശബ്ദിച്ചത് പ്രസിഡന്റ് ബറാക് ഒബാമയാ. അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ തലവനായിരുന്ന സുക്കർബർഗ, അതുപോലെ തന്നെ പ്രഗത്ഭരായ നേതാക്കന്മാരാ. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, നിർഭാഗ്യരെന്ന് പറയട്ടെ, ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ വരുന്ന സമയത്ത് ഒരു ബുദ്ധിജീവിയും ഒരു സാംസ്കാരിക നായരും കേരളത്തിൽ ശബ്ദിക്കാറില്ല എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യക്കേടാ. അത്തരം ഭാഗ്യക്കേടുകൾക്കെതിരെയും തിരുത്താൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കെല്ലാ ബാബുകളും നൽകിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു തലമുറ ജനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂല്യച്യുതിയുടെ സ്വാധീനങ്ങൾ സെമിനാറിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അഭിമന്യ സന്തതി ട്രെൻഡ് സംസ്ഥാന ചെയർമാനുമായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ആദരപൂർവം അഭിമാന പുരസരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه وعترته ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ അധ്യക്ഷരവറുകളെ, ഇവിടെ സന്നിധരായിട്ടുള്ള കാസിം ഇരിക്കൂർ, സജീവൻ, ഒ.പി. അഷ്റഫ്, മർക്കർ ഹാജി, മൈൻ ഖാദർ, പൂക്കയത്തങ്ങൾ, ഷെയ്ബ് വരാമ്പറ്റ, മറ്റിവിടെ സന്നിധരായിട്ടുള്ള ഷഫീഖ് ദാരിമി, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളെ, എൻ്റെ ബഹുമാന്യ സഹോദരന്മാർ, നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ റൂബി ജൂബിലിയും 13ാം സന്നദ്ധാന മഹാസമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നിവിടെ നടത്തപ്പെടുന്ന മീഡിയ സെമിനാറിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ പ്രാധാന്യമേറിയ ഒരു സെഷൻ കൂടിയാണിത്. ഇവിടെ കാസിം ഇരിക്കൂർ നമുക്കും ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഇനി സജീവനും അതുപോലെ പ്രവർത്തക മേഖലയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാനുമുണ്ട്. നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്താണ്. ഇവിടെ നമുക്ക് സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ ഒരു സുതാര്യതയുണ്ടാക്കുകയും ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് ദ പീപ്പിൾ,
ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ അത് ചെയ്യുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് സുതാര്യതയായി കൊണ്ട് ട്രാൻസ്പെറൻസിയോട് കൂടി അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമമൊക്കെ ചെയ്യാനുള്ളത്. മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം കൂടിയാണ്. മുമ്പൊക്കെ പല മീഡിയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്കുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം ഇന്ന് സാങ്കേതിക വിദ്യകളുടെ പുരോഗതിക്കനുസരിച്ചുകൊണ്ട് ടെക്നോളജി ഹാഡ് മെയ്ഡ് അവർ ലൈഫ് ഈസിയർ. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തും ഉണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ, പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അത് ദൂതൻ വഴി അയക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അത്തരം സംവിധാനത്തിലൂടെ കാലങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ മുമ്പ് നിലനിന്നിരുന്നത്. പിന്നീടാണ് പ്രിന്റ് മീഡിയകൾ വന്നു, അതുപോലെ പിന്നീട് വിഷ്വൽ മീഡിയ വന്നു, ഓഡിയോ മീഡിയകൾ വന്നു. അതെല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ നാം ഇവിടെ ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ യുഗത്തിലാണ്. ഇവിടെ ഇന്ന് വളരെ വ്യഗ്രതയിൽ ഓരോ കാര്യങ്ങളും അറിയാൻ ഇന്ന് മീഡിയകൾ ഇന്ന് നമ്മുടെ കൈത്തുമ്പിൽ ഇന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. എല്ലാ മീഡിയകളും, പ്രിന്റ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും, അത് മുമ്പൊക്കെ നമുക്ക് ടി വിയിൽ മാത്രമാണ് സാധാരണ നമുക്ക് വാർത്തകൾ കാണാനും ടി വി കാണാനൊക്കെ സാധിക്കുക. അതുപോലെ പ്രിന്റ് മീഡിയകൾക്ക് നമുക്ക് പത്രം തന്നെ വേണമായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ഡിജിറ്റലൈസ്ഡായി, നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ഏത് പത്രം വേണമെങ്കിലും അത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഏത് ചാനൽ വേണമെങ്കിലും ഇന്ന് തത്സമയം നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ അതൊരു വലിയ ഒരു എക്സ്പോഷർ ആയിക്കൊണ്ട് ഇതിന്റെ സാധ്യതകൾ ഇന്ന് മീഡിയകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകൾ ഇന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ചാനലുകളും മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെയും ഇന്ന് വലിയ ഒരു പ്രഷറിലാണ്. കാരണം ഏതൊക്കെ രീതിയിലാണ്, കാരണം വളരെ കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ട് മാറുകയാണ്. അവിടെ ഇത് എത്രയും പെട്ടെന്ന് ആരെത്തിക്കും, അത് ഏത് തരത്തിൽ ജനങ്ങൾ സ്വീകരിക്കും, അതിന്റെ ഇമ്പാക്ട്, ഇതെല്ലാം തന്നെ ഓർത്തുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടൊക്കെ തന്നെയും മീഡിയകൾ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങൾക്ക് ഒരുപാട് ധർമ്മം മീഡിയാസിനുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നു. പക്ഷേ ജനങ്ങൾക്കെന്നും അലേർട്ടാക്കുന്നതിന് വേണ്ടി പലപ്പോഴും പല സെൻസേഷണലായിക്കൊണ്ട് ന്യൂസുകൾ വരുമ്പോൾ അതൊക്കെ തന്നെയും ജനങ്ങൾക്ക് ഏറെ കൗതുകത്തോടു കൂടി കാണുന്ന രീതിയിൽ ഒരു മീഡിയ അറ്റൻഷനും അതുപോലെ റേറ്റിംഗ് ഒക്കെ തന്നെയും കൂടാൻ സാധ്യതയുള്ള ന്യൂസുകൾ, അതൊരു പക്ഷേ അതിന്റെ സത്യസന്ധതയെയോ അല്ലെങ്കിൽ മറ്റുള്ള അതിന്റെ സുതാര്യതയൊക്കെ തന്നെയും ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കില്ലാത്ത രീതിയിലേക്ക് അത് പെട്ടെന്ന് തന്നെ ജനങ്ങളെ എത്തിക്കുന്ന ഒരു മത്സരത്തിൽ അതില്ലാതായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ അടുത്ത് ജഗതി മരിച്ചെന്ന വാർത്ത മനോരമയിൽ വന്നു. അത് പിന്നീട് അത് വ്യാജമാണെന്ന് വന്നു. ഇതെല്ലാം തന്നെ ഇതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കൺഫ്യൂഷനുകൾ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്റ്റീവായിക്കൊണ്ട് ജനങ്ങൾക്ക്, കാരണം നമ്മളൊരു നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഒത്തുപോകുമ്പോൾ മാത്രമാണ് ഒരു വലിയ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഒരു സോഷ്യൽ ബിൽഡിംഗ്, നമ്മളെല്ലാം തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയേഴ്സായി മാറിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മളെല്ലാം ആ ഒരു ധർമ്മമാണ്. നമ്മൾ ആരായാണെങ്കിലും, ഇപ്പോൾ സർക്കാരാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും അതുപോലെ ബ്യൂറോക്രസി ആണെങ്കിലും മീഡിയ ആണെങ്കിലും നമ്മൾ ഏത് രംഗത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും അതൊക്കെ തന്നെയും നമ്മൾ ഒരു സാമൂഹ്യ ധർമ്മത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറാൻ സാധിക്കുക. കാരണം നമ്മളെല്ലാവരും ഒരു സോഷ്യൽ അനിമലാണ്. സമൂഹത്തിന്റെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഒരു വലിയ ഒരു കണ്ണിയായി നമ്മൾ മാറുകയാണ്. അപ്പൊ അവിടേക്കാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പുരോഗതി, നമ്മുടെ സൊസൈറ്റി
നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് ഓരോ കാലഘട്ടം നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സൊസൈറ്റികളാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത്. ആ സമൂഹം, അത്തരം സമൂഹത്തെ പോസിറ്റീവായിക്കൊണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് വിദ്യാഭ്യാസം, നോളജിൽ നമ്മൾ ഡീപ്പർ നോളജിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ജനങ്ങളുടെ പുരോഗതിയും അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അഭിവൃദ്ധിയൊക്കെ തന്നെയും നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിക്കൊണ്ട് രാഷ്ട്ര നിർമ്മാണവും ഒരു സൊസൈറ്റി നിർമ്മാണത്തിന്റെ ഒക്കെ തന്നെയും ഭാഗമായി നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇവിടെ നല്ലൊരു നാളെയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നെല്ലാം കോമ്പറ്റീറ്റീവായി മാറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ എല്ലാത്തിനും മത്സരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റിനാണ് ഇന്ന് മാർക്കറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചാടി വീഴുക എന്നുള്ള രീതി, എല്ലാം കൊമേഴ്ഷ്യലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു കൊമേഴ്ഷ്യാലിറ്റി നമ്മൾ വരുമ്പോൾ നമ്മുടെ ധാർമ്മികത ഇന്ന് ഇല്ലാതാവുന്നു. അതിലൂടെ നമുക്ക് സത്യാസന്ധമായി നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയാതെ വരുന്നു, വളച്ചൊടുക്കേണ്ടി വരുന്നു, വ്യക്തിപരമായി തേജോവധം ചെയ്യപ്പെടേണ്ടി വരുന്നു, തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ വരുന്നു. ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ തേജോവധം. അത് വളരെ അതിന്റെ സുതാര്യതയോ അതിന്റെ സത്യസന്ധതയോ ഒന്നും തന്നെ ഒരു ഘടകമായി ആരും ചിന്തിക്കാതെ തന്നെ അത്തരം പ്രചാരങ്ങൾ ഇന്ന് മീഡിയ വഴിയൊക്കെ തന്നെ വരുമ്പോൾ അത് തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് എത്രത്തോളം നാം സുരക്ഷിതരാണ് എന്നുള്ളത് ഒരു മാന്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് അതും അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെഗറ്റീവായിക്കൊണ്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വലുതാക്കിക്കൊണ്ട് കാണിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു നമ്മുടെ ത്രെഷോൾഡ് എനർജിയിൽ നിന്നും നമ്മെ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അത്തരം നല്ല പുരോഗതിയിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാനുള്ള ഒരുപാട് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രിന്റ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിൽ തന്നെയും അതൊക്കെ തന്നെയും അത് ധാരാളമായി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് എഡിറ്റേഴ്സിനാണ്. ഇവിടെ കാസിമിൽക്കും സജീവനൊക്കെ മാധ്യമത്തിൽ എന്ത് വരണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്, സുപ്രഭാതത്തിൽ എന്ത് വരണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതതിന്റെ തനതായ രീതിയിൽ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊരു ഡെമോക്രൈസ്ഡ് ആയിക്കൊണ്ട് കൂടുതൽ ഡെമോക്രസി നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരുന്ന ഒരു സാധ്യത കൂടി സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷെ അവിടെ എന്തിനും ഒരു നിയന്ത്രണം വേണം എന്നത് തെളിയിക്കുന്നതാണ്. കാരണം പല രീതിയിലുമുള്ള അത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്അഡ്വാൻറ്റേജസ്, നമുക്കിടയിൽ ഉള്ള വാക്കുതർക്കങ്ങളും അത് ഏത് ഓർഗനൈസേഷൻ ലെവലാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള വാഗ്വാദങ്ങളും അതുപോലെ എല്ലാത്തിനെയും കുറ്റം പറയുകയും എല്ലാം ചെയ്യുന്ന നമ്മുടെ ഒരു അസഭ്യത്തിന്റെ ഒരു വലിയ വാളുകളായി കാലത്തിന്റെ ചുവരത്തായിട്ടുള്ള സോഷ്യൽ മീഡിയ മാറുകയാണ്. അതുപോലെ തന്നെ വാട്സപ്പ് വരുന്നു. വാട്സപ്പ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാക്കി മാറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ അതിലൊക്കെ തന്നെയും ഒരു നിയന്ത്രിതമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് യു ആർ അണ്ടർ സർവലൈൻസ്. നമ്മളൊക്കെ നിരീക്ഷണത്തിലാണ്. നമ്മളൊരിക്കലും നമ്മൾ എന്തുപയോഗിക്കുന്നതോ അതെല്ലാം തന്നെ ഇന്ന് റെക്കോർഡഡ് ആണ്. അല്ലെങ്കിൽ അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടേണ്ട നമുക്ക് ഏത് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവര അവകാശങ്ങൾ അതിവിടെ നിലനിൽക്കുമ്പോൾ എന്തിനെക്കുറിച്ചും ഇവിടെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ പോസിറ്റീവായി എടുത്തുകൊണ്ട് അതിന്റെ മീഡിയകളിലെ നമ്മൾ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അത് നമ്മുടെ നാളെയെ നമ്മൾ ബിൽഡ് ചെയ്യാനുമുള്ള ഒരു പോസിറ്റീവായ ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ടും ഒരു മീഡിയ ആയിക്കൊണ്ടും നമ്മൾ അത് ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട്
ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ പത്രത്തിലൂടെയാണ്, മീഡിയയിലൂടെ നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അപ്പൊ അവിടെ ഇന്ന് സംബന്ധിച്ചിടത്തോളം ഇന്ന് ദൈക്ഷണികമായ ഒരു മരവിപ്പ് ഇന്ന് എല്ലാ മേഖലയിലും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ഫേസ്ബുക്ക് ഒന്ന് നോക്കുമ്പോൾ അതിന്റെ ഗൗരവങ്ങൾ നമ്മൾ ഏത് കാര്യങ്ങളിലാണോ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഒക്കെ തന്നെയും ഇടപെടൽ കാണുമ്പോൾ എത്രത്തോളം ഗൗരവപരമായ നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് കാണുന്നത് എന്നുള്ളത് കുറഞ്ഞ ശതമാനം മാത്രമാണ് ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ ചർച്ചകൾക്ക് വരേണ്ടത്. പക്ഷെ ബ്ലോഗുകളുണ്ട്, അതുപോലെ ട്വിറ്റർ കുറച്ചുകൂടി ഒരു ഗൗരവപരമായ ചർച്ചകളും ഒരു ദൈക്ഷണികമായ രീതിയിലൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ അതൊക്കെ തന്നെയും നമ്മൾ സ്വയം അത്തരത്തിലുള്ള ചിന്ത അതിലെ നമ്മൾ പോസിറ്റീവായി എടുക്കണമെന്നുള്ള ചിന്തയിലൂടെ മാത്രമാണ് നമുക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. സ്വയം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള മേഖലയിൽ നമുക്ക് അതാർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ പുതിയ മേഖലയിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ അവിടെ നമ്മൾ ധാർമ്മികത നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ മാന്യമായി നമുക്ക് പെരുമാറാനും സമ്മതിക്കാനും കഴിയേണ്ട ഒരു മേഖലയായി നമ്മളത് മാറ്റേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത്തരം ചിന്തകളൊക്കെ നമ്മുടെ ഈ മനസ്സിൽ നമ്മൾ കൊണ്ടുനടക്കുകയും അതിലൂടെ ഈ പ്രത്യേകിച്ച് ജാമിയ ദാറുസ്സലാം എന്നൊക്കെ പറയുന്നത് ആത്മീയ അധ്യാത്മകമായ മേഖലയിലും അതുപോലെ ഇസ്ലാമിക ശരീഅത്തിലൊക്കെ തന്നെയും ഒരുപാട് ഗവേഷണം നടത്തി ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്കുണ്ടാവേണ്ട അടിസ്ഥാന ഘടകമായ ഇൽമിനെ ഏറെ ബഹുമാനത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും ഒരുപാട് വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കുകയും ഒരുപാട് ഉലമാക്കളെ ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നയിക്കേണ്ടവരാണ്. അവർക്ക് എല്ലാ മേഖലയിലും അവർക്ക് ഇടപെടേണ്ടതുണ്ട്. അവരും ഇത്തരം വർത്തമാന കാലഘട്ടത്തെ പുരോഗതിക്കനുസരിച്ച് കാലങ്ങളെ വായിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ ഒരു സമൂഹത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ തന്നെയും പ്രാർത്ഥനാകുന്ന രീതിയിലേക്ക് മാറേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു നല്ല ചടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. പണ്ഡിതനും ദാറുസ്സലാം ദഅവ കോളേജിലെ വൈസ് പ്രിൻസിപ്പളുമായ അബ്ദുൽ വഹാബ് ഹൈതമി ഉസ്താദ് രചിച്ച ബദരീങ്ങളും ബദരീയ വൈദ്യം എന്ന പുസ്തകം ഈ സദസ്സിൽ വെച്ച് പ്രകാശിതമാവുകയാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അഭിനന്ദനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ഏറ്റുവാങ്ങുന്നത് മരക്കാർ ഹാജി. ഇരുവരെയും സാദരം സാഭിമാനം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസംഖലമായ മതേതര ബോധത്തിലൂന്നിയ മാധ്യമ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായി ചൂടുള്ള ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായി സുപ്രഭാതത്തിന്റെ ജീവനാടിയായി നിലകൊള്ളുന്ന ഈ സജീവൻ സാറിനെ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവം ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ വണ്ടി വളരെ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 4:30 തുടങ്ങേണ്ട പരിപാടി നമ്മൾ തുടങ്ങി വളരെ വൈകിട്ടാണ്. ഇനി ഇവിടെ എന്തോ വേറൊരു പരിപാടി കൂടി ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അധിക സമയം ഞാൻ സംസാരിക്കുമ്പോൾ അത് ഈ പൊതുവെയുള്ള പരിപാടികളെ അലങ്കോലപ്പെടുത്തലായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ സംസാരിച്ചേ മതിയാവും. സാധാരണഗതിയിൽ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഉദ്ഘാടകര് എന്തെങ്കിലും പറഞ്ഞു പോകും. ധർമ്മച്ചുരി, മാധ്യമങ്ങൾ, ഇങ്ങനെ 2 വിഷയം വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തീർത്ത് പോവുകയാണ് ചെയ്യാം. പക്ഷെ ഇവിടെ ബഹുമാന്യായ മുനവ്വർ അലി തങ്ങൾ വളരെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് അതിനു മുമ്പ് കാസിം ഇരിക്കൂറും, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് കാസിം ഇരിക്കൂറും ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പം എനിക്ക് അധികം സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ
ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യകാലത്തൊക്കെ മാധ്യമ ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ എന്ത് വിഷയമുണ്ടായാലും അത് സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യമാണ്. കാരണം ഇത് മാധ്യമപ്രവർത്തകർ നടപ്പാക്കേണ്ട കാര്യങ്ങളാണ്. എന്നെപ്പോലെയും കാസിമിനെ പോലെയുള്ള ആളുകൾ എഴുതി ഫലിപ്പിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ നിർവഹിക്കേണ്ട കടമകളാണ്, ഞങ്ങൾ പാലിക്കേണ്ട മര്യാദകളാണ്. പക്ഷെ ഇപ്പോഴതല്ല. ഇവിടെ ഉദ്ഘാടനം തന്നെ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകൻ ആര് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യകാലത്തൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അത് പത്രത്തിൽ എഴുതുന്ന ആളുകൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർ, പത്രക്കാരൻ മാത്രം, പത്രക്കാർ എന്നാണ് പറയുക. ഇന്ന് പത്രക്കാർ എന്ന് പറയില്ല. നമ്മുടെ സംസാര രീതിയിൽ പോലും പത്രക്കാർ എന്നുള്ളത് മാറ്റിയിട്ട് മാധ്യമപ്രവർത്തകർ, പ്രസ് എന്നതിന് പകരം മീഡിയ പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് മാറി. അതും കഴിഞ്ഞ് ഇപ്പോഴത്തെ യുഗത്തില്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാണ് മാധ്യമപ്രവർത്തകർ? എന്നേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത്. മിക്ക ആളുകളും ഒന്നുകിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ പലതും. ഇതെങ്ങനെ ആർക്കും സ്വയം മാധ്യമപ്രവർത്തകനാകാൻ കഴിയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉള്ള ധർമ്മച്യുതിയെക്കുറിച്ച് പറയുമ്പോൾ അത് മാധ്യമപ്രവർത്തകർ എന്നൊരു കുറച്ചാളുകൾ മാത്രം കേൾക്കേണ്ടതല്ല, നിങ്ങളും ഞാനും ഒക്കെ കേൾക്കേണ്ടതാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് അനുഭവിച്ച സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19 അതിൽപ്പെടുന്നതാണ്. പൗരാവകാശം നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് മാധ്യമ അവകാശം. ഇപ്പോഴത്തെ രീതിയിൽ എല്ലാ പൗരന്മാരും മാധ്യമപ്രവർത്തകർ ആയതുകൊണ്ട് ഈ പൗരാവകാശം നമുക്ക് എല്ലാ ആളുകൾക്കുള്ള മാധ്യമവകാശം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അതിന്റെ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് ആർട്ടിക്കിൾ 20 അവിടെ കൃത്യമായ നിയന്ത്രണവുമുണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് തരുന്ന അതേ സമയത്ത് തന്നെ റീസണബിൾ റെസ്ട്രിക്ഷനും ഉണ്ട്. നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും നടപ്പാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുമായ കാര്യം, നമ്മൾക്ക് എവിടെയൊക്കെയാണ് അവകാശമുള്ളത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ നിർവചനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൈവീശാൻ അധികാരമുണ്ട്, നിങ്ങൾക്ക് കൈവീശാൻ അവകാശമുണ്ട്, പക്ഷേ അത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കണം എന്നുള്ളതാണ്. മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുന്ന മൂക്ക് വരെ ആവാന്നുള്ളതല്ല, മറ്റൊരാളെ വേദനിപ്പിക്കാൻ പറ്റില്ല, മറ്റൊരാളെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല, മറ്റൊരാളെ അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ മാധ്യമപ്രവർത്തകർ ഈ ധാർമ്മികത എപ്പോഴൊക്കെ ലംഘിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയാണ് ധർമ്മച്യുതി ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഈ വിഷയത്തിൽ അതിന് പ്രത്യേകതയുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. ധർമ്മച്യുതി മാധ്യമങ്ങളുടെ സ്വാധീനം, അതിന് അത് ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെ ഒരു സാധനം എന്നാണ്. ധർമ്മച്യുതിയിൽ മാധ്യമങ്ങളുടെ സ്വാധീനം, ധർമ്മച്യുതി ഉണ്ടാക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നൊരർത്ഥമുണ്ട്. രണ്ടാമത്തേത്, ധർമ്മച്യുതി അവസാനിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള അർത്ഥവുമുണ്ട്. ഇവിടെ ഈ രണ്ടർത്ഥവും പ്രസക്തമാണ്. ഞാനിത് ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചതിനെ കുറ്റപ്പെടുത്തുകയല്ല. ഇങ്ങനെ ഈ ഒരു വിഷയത്തിന് ഈ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഒന്ന്, ധർമ്മച്യുതി ഉണ്ടാക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതേസമയം തന്നെ ധർമ്മച്യുതി നിയന്ത്രിക്കുന്നതിൽ, ഇല്ലാതാക്കുന്നതിലും മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാധ്യമം എന്ന് പറയുന്ന ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഈ ലോകത്തിലില്ല. നിങ്ങളും ഞാനും ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് നിങ്ങളും ഞാനും ഒക്കെയാണത്. ഇതൊരു മീഡിയം മാത്രമാണ്, ഒരു മാധ്യമം മാത്രമാണ്. അത് ആ രീതിയിൽ ഒരു മീഡിയം മാത്രമാണ്. ആ മീഡിയത്തെ ഉപയോഗിക്കുന്നത് നല്ലവനാണെങ്കിൽ അത് നന്നാവും, ചീത്തയാളാണെങ്കിൽ അത് ചീത്തയാവും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും നമ്മളെ ഒരു തരത്തിലുള്ള നിയന്ത്രണം, ഒരു കാര്യം നമ്മുടെ നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർക്കേണ്ടതാണ്. മാധ്യമങ്ങൾ ഈ കോർട്ട് റിപ്പോർട്ടിംഗ് നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ടായപ്പോൾ, ഒരു പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ എന്തും എഴുതുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? മാധ്യമങ്ങൾ എഴുതട്ടെ. അതിനു മുമ്പേ വളരെ കൃത്യമായ രീതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പണ്ടൊരിക്കൽ, എനിക്ക് ദത്തുവാണോ അങ്ങനെ ആരോ ആണ്, ഞാൻ ഓർക്കുന്നത് കൃത്യമായിട്ട് ആരാണെന്ന് ഓർക്കുന്നില്ല, പറഞ്ഞൊരു കാര്യം, മാധ്യമങ്ങൾ നിയന്ത്രണം പാലിക്കണം, മാധ്യമങ്ങൾ എല്ലാം കിട്ടുന്നതെല്ലാം എഴുതരുത്,
കോടതിക്കകത്ത് വെച്ച് വിചാരണക്കിടയിൽ നടത്തുന്ന പരാമർശങ്ങൾ അതൊരിക്കൽ പോലും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതാണ് നിയമത്തിന്റെ രീതി. നിയമം പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം. അങ്ങനെ പാടില്ല എന്നാണ് പറയുക. കോടതിയുടെ വിചാരണയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല ചോദ്യവും ചോദിക്കും. അതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടല്ല. കോടതിയുടെ വിധി എന്താണോ അതാണ് വേണ്ടതെന്നാണ്. പക്ഷേ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിട്ടുള്ളത് അതുമല്ല. മാധ്യമങ്ങൾ ഇവിടെ എന്താണ് ഒളിക്കാൻ, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ ആർക്കാണ് എന്താണ് ഒളിക്കാനുള്ളത്? ഇവിടെ ഇൻ ക്യാമറയ്ക്കകത്ത് നടക്കേണ്ട കാര്യങ്ങൾ എന്താണുള്ളത് അറിയണം. ജനങ്ങൾക്ക് മുമ്പിൽ എല്ലാം സുതാര്യത ഉണ്ടായിരിക്കണം. ഇവിടെ വിവരാവകാശത്തിന്റെ കാലമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ മാധ്യമപ്രവർത്തനത്തിൽ ഏറ്റവും നല്ല ഒരു ആയുധമായിട്ട്, ഏറ്റവും നല്ല ഒരു നേർവഴിയായിട്ട് നമ്മൾ എടുക്കേണ്ടതും അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു കാര്യം പോലും ഒളിച്ചു വെക്കുന്നത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. പക്ഷേ എന്തായിരിക്കണം, അത് പുറത്തു കൊണ്ടുവരുമ്പോൾ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ സമൂഹത്തിനെ ഇക്കിളിപ്പെടുത്താനോ സമൂഹത്തിനെ ദോഷകരമായ രീതിയിൽ കൊണ്ടുവരുന്നതിനോ രണ്ട് സമുദായങ്ങൾ തമ്മിലോ രണ്ട് രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലോ ഇങ്ങനെ ഒരു തരത്തിലുള്ള അക്രമങ്ങളും വിദ്വേഷവും സ്പർദ്ധയും ഉണ്ടാക്കാനോ ആയിരിക്കരുത്. ആ ഒരു കൃത്യമായ ധർമ്മബോധത്തോടു കൂടിയിട്ട് മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ ആളും, ഞാൻ നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ തെറ്റുപറ്റിയത് നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. ഇസ്ലാമിന്റെ കാര്യം പറയാം. എന്താണ് ഇവിടെ ഇസ്ലാം ഉണ്ടാവാൻ കാരണം? നിങ്ങൾ വിശ്വാസ രീതിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് എന്ന കാര്യം പറയട്ടെ. ഇവിടെ അക്കാലത്ത് അറബികളുടെ സംസ്കാരം എന്ന് പറയാവുന്നത് മൂല്യച്യുതി എത്ര ഭീകരമായിരുന്ന കാലം. കള്ളുകുടിയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ എത്രമാത്രം പോകാം. ലോകത്തിൽ ഏറ്റവും ഭീകര കള്ളുകുടിയൻ കള്ളു കുടിച്ച് ഉന്മാദിക്കുക, ആ കള്ളുകുടിയെക്കുറിച്ച് കവിത എഴുതുക, അത് പാടി നടക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിൽ നടന്നിരുന്നത്. കുട്ടികളോട് സ്ത്രീകളോട് ഒക്കെ ഭീകരമായ രീതിയിൽ പെരുമാറിയിരുന്ന ഒരു സമുദായം, സദാചാരമായിട്ടുള്ള ഒരു കാര്യവുമില്ലായിരുന്ന സമൂഹം. ഈ എത്രമാത്രം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ, എത്രമാത്രം ദൈവങ്ങൾ എന്ന് വെച്ചാൽ അത് എന്നാലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ ഈ ശകുന വിശ്വാസികളായിരുന്ന, എന്ത് ചെയ്യുമ്പോഴും രണ്ട് വില്ല് വെച്ചിട്ട് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് ഇതിനെല്ലാം നിയന്ത്രിച്ചു. അതിന് ആ ധർമ്മച്യുതിയെ ഇല്ലാതാക്കാനാണ് ഇവിടെ ഇസ്ലാം അവതരിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ അത് വേണം. സമൂഹത്തിൽ എപ്പോഴൊക്കെ ധർമ്മച്യുതി ഉണ്ടാകുന്നുവോ ആ സമയത്തൊക്കെ ആ ധർമ്മച്യുതിയെ ഇല്ലാതാക്കുക തന്നെ വേണം. അതിന്റെ ആ കർത്തവ്യം അന്നത്തെ പോലെ ഇന്നും നമുക്കിവിടെ ബാധകമാണ്. ഈ സമൂഹം നല്ലതല്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളതൊന്നുമല്ല. മാധ്യമങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ബസ്സപകടം ഉണ്ടായാൽ ആ ബസ്സപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ അതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുക്കുക, അതിൽ പങ്കെടുത്ത ആളുകളുടെ പേര് കൊടുക്കുക. ഇങ്ങനെ ഈ വിവരം അറിയിക്കൽ മാത്രമാണ് ആദ്യകാലത്ത് മാധ്യമങ്ങളുടെ ചുമതലയായിട്ട് പറഞ്ഞിരുന്നത്. ടു ഇൻഫോം, അത് മാത്രമാണെന്നാണ്. അങ്ങനെ വിവരം അറിയിക്കൽ മാത്രമാണ് മാധ്യമങ്ങളുടെ കർത്തവ്യമെന്ന് ഇക്കാലത്ത് ധർമ്മച്യുതി അങ്ങേയറ്റത്ത്, സമുദായ സ്പർദ്ധ അങ്ങേയറ്റത്ത്, ഇവിടെ സമൂഹത്തിൽ എന്തെല്ലാം കാലുഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിനെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് പരസ്യമായും രഹസ്യമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മളിപ്പോഴും ബസ് അപകടം ഉണ്ടായാൽ അത് അതേപോലെ കൊടുക്കുക, ഒരു തരത്തിലൊരു പ്രശ്നങ്ങളില്ലാതെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ ചുമതല എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഇവിടെ നേരത്തെ കാസിം പറഞ്ഞതിൽ ഈ ചാനൽ ചർച്ചകളെ കുറിച്ച് പറഞ്ഞു. ഞാനതിനെ സൗഹൃദത്തോടുകൂടി തന്നെ ഖണ്ഡിക്കുകയാണ്. കാരണം ഞാനൊരു ചാനൽ ചർച്ചയുടെ ആളാണ്. ഞാൻ എന്തുകൊണ്ട് ചാനൽ ചർച്ചയിൽ പോകുന്നു? കൃത്യമായ നിലപാട് എനിക്കുണ്ട്. ചാനൽ ചർച്ചയിൽ പോയിട്ട് എന്റെ ശബ്ദവും എന്റെ രൂപവും നാട്ടുകാരെ കാണിക്കുക എന്നത് മാത്രമല്ല, അത് ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ആളുകൾ എന്നെ കണ്ടപ്പോൾ തിരിച്ചറിയുമല്ലോ. അതുകൊണ്ട് അതൊരു കാരണമല്ല. പക്ഷേ ഞാൻ പോകുന്നത് പല കാര്യങ്ങളിലും ഇവിടെ നടക്കുന്നതിനെതിരെ ശക്തമായിട്ട് പറയാൻ, പരസ്യമായി പറയാൻ, നാട്ടുകാരും ആ ചാനൽ തുറന്നു വച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് എന്റേതായിട്ടുള്ള ഒരു നിലപാട് അറിയിക്കാൻ, ധാർമ്മികമായിട്ട് എനിക്കതിലുള്ള ഒരു കർത്തവ്യം നിർവഹിക്കാൻ, അതിന് തന്നെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും വേണം. ഞാൻ നേരത്തെ ഷഫീഖോട് പറഞ്ഞില്ലേ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു വ്യക്തി, ഒരു സമുദായ എന്താ പറയാ, ആചാര്യൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു സമുദായക്കാരൻ, അങ്ങനെ പറയുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന് പോലും ഞാൻ അയാളുടെ പേര് പറയാറില്ല. അയാൾ ആ കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഞാൻ പറയാം. കാരണം ശ്രീനാരായണ ഗുരു
ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനം അതിന് ശ്രീനാരായണ ഗുരു തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തള്ളി പറഞ്ഞാണ്. ശ്രീനാരായണ ഗുരുവിന് ഇതിനോടൊരു യോജിപ്പ്. നിങ്ങൾ വിചാരിക്കേണ്ട SNDP യോഗത്തിന് തലയിൽ കയറ്റിക്കൊണ്ട് നടന്ന ആളായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന്. ഈ വെള്ളാപ്പള്ളി നടേശൻ പറയണമെന്നല്ല ശരി. അന്ന് ജീവിച്ചിരുന്ന കാലത്ത് ഇതിനെ തള്ളിപ്പറയുകയും പത്രപരസ്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെയുള്ള ഒരു കാരണം എന്തായിരുന്നു? ജാതി ചിന്തയും ഈ മത ചിന്തയും ഒക്കെ തലയിൽ കയറി കടന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ അദ്ദേഹം ഇപ്പൊ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ജാതിക്കാരായിരുന്നില്ല പ്രിയപ്പെട്ടവർ, വേറെ ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ ശ്രീനാരായണ ഗുരു ഈ വളരെ സമൂഹത്തിന് എല്ലാ മതങ്ങളെയും സമഭക്തിയോടും സമബുദ്ധിയോടും കൂടിയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞുള്ള ആളാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെയുള്ള ഒന്നിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അത് ശരിയല്ല, അതെന്റെ കർത്തവ്യം. അതാണ് ധർമ്മച്യുതി ഉണ്ടാകുമ്പോൾ നിങ്ങളിപ്പോ ഞാൻ ചാനലിൽ പോയി സംസാരിക്കുന്നതോ ഞാൻ പത്രത്തിൽ എഴുതുന്ന പോലെ തന്നെ അതേ ചുമതലയും അതേ കടമയും നിങ്ങൾക്കുണ്ട്. ഇവിടെ കാണുന്ന ഓരോ ധർമ്മച്യുതിക്ക് എതിരെയും പരസ്യമായി പോരാടാനുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നാൽ, ആ മാധ്യമധർമ്മം നിങ്ങളും ഞാനും ഏറ്റെടുത്താൽ ഇവിടെ ധർമ്മച്യുതി ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകും. നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ സർക്കാരിന്റെ മതമെന്ന് പറയുന്നത് ഭരണഘടനയാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വളരെ കോരിത്തരിച്ചു പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു കാലം. ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരൊന്നും പറയാത്തൊരു കാര്യമായിരുന്നത്. എന്റെ സർക്കാരിന്റെ മതം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. അതായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പറയുകയും ആ സർക്കാരെ നടപ്പാക്കുകയും ചെയ്താൽ മതേതര എല്ലാ ആളുകൾക്കും തുല്യനീതി കൊടുക്കുന്ന രീതിയിലൊരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ, ഈക്വാലിറ്റി എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കണ്ട എന്താണ്, ഇപ്പോൾ നടന്നു വരുന്ന എന്താണ്, കേരളത്തിലേക്ക് പോലും വന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇവിടെ മതസ്പർദ്ധയും ജാതി സ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് വളരെ ഭീകരമായി പോകുന്നു. അപ്പോഴും നമ്മൾ എതിർക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയയാണെങ്കിലും അത് പ്രിന്റ് മീഡിയയാണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും ഇത്തരം ഓരോ കാര്യങ്ങളിലും തങ്ങൾക്കുള്ള കർത്തവ്യം അത് നിറവേറ്റാൻ തയ്യാറാവണം. അത് ആദ്യകാലത്ത് ഞങ്ങളൊക്കെ പറയേണ്ടതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ടതുമായിട്ട് കാര്യമായിരുന്നു. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തനം നടത്തുന്ന, പത്രപ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ ചാനൽ പ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യമാണ്. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ചടങ്ങിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചടങ്ങ്, ഒരു വാർഷികാഘോഷത്തിൽ, ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിന്റെ വാർഷികാഘോഷത്തിൽ മാധ്യമ ചർച്ച എന്തിനാണ് എന്ന് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിച്ചു. പക്ഷേ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ആവശ്യമാണ്. കാരണം ഓരോ ആളുടെയും വിരൽത്തുമ്പിൽ ഇപ്പോഴുള്ളത് ലോകത്തെ അറിയിക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും വാട്സാപ്പിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വാട്സാപ്പിൽ എത്തിക്കേണ്ടത് നല്ലതാണോ ചീത്തയാണോ, നല്ല സന്ദേശമാണോ ചീത്ത സന്ദേശമാണോ, ചീത്ത സന്ദേശം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പ്രചരിപ്പിക്കാനാണോ, അതല്ലെങ്കിൽ അതിനെതിരെ നിങ്ങളുടെ തൂലികയും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വിരൽത്തുമ്പും ഉപയോഗിക്കാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. ഇതാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. ഇപ്പോ ഇവിടെ എന്നോട് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇവിടെ +2 മുതൽ അല്ലെങ്കിൽ സ്കൂൾ തലം മുതൽ PG തലം വരെയുള്ള കുട്ടികൾ കൂടിയുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഈ പുതിയ തലമുറയാണ്, ന്യൂ ജനറേഷൻ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അവരൊക്കെ തന്നെയാണ് അത് അറിയേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഈ വാട്സാപ്പും ഫേസ്ബുക്കും മറ്റുള്ള ഇതും ഉപയോഗിക്കുമ്പോൾ, ട്വിറ്ററും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഇതാണ്. സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിരൽത്തുമ്പ് ഉപയോഗിക്കുക, അത് ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. അതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അതാണ് എല്ലാ മനുഷ്യന്റെയും കർത്തവ്യം എന്ന് പറയുന്നത്. നല്ല വിശ്വാസികളുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഇക്കാര്യമാണ്. നിങ്ങൾ മറ്റുള്ള ആളുകളെ സമൂഹത്തിലേക്ക് ഒരു ഉണ്മയുണ്ടാക്കാൻ, സമൂഹത്തിനൊരു വികസനം ഉണ്ടാക്കാൻ, സമൂഹത്തിൽ നല്ല വാഴ്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും, നിങ്ങൾക്ക് എന്ന് മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ പോലെ ധർമ്മച്യുതി ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ വിചാരിച്ചാൽ കഴിയും. ധാരാളം
ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ധാരാളമുണ്ട്. പക്ഷെ അത്രയും പറഞ്ഞിട്ട് പോകുമ്പോഴേക്ക് ഇപ്പോൾ തന്നെ സമയം വൈകിയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കോളും. പക്ഷേ ആ ഒരവസ്ഥ, നമ്മൾ ധർമ്മച്യുതി ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ മാധ്യമങ്ങളല്ല യഥാർത്ഥ മാധ്യമങ്ങൾ. നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താൻ മാത്രമാണ് നമ്മൾ വിരൽ ചൂണ്ടാറുള്ളത്. ആ കുറ്റപ്പെടുത്തൽ മാത്രമല്ല, ആത്മപരിശോധനയും ആവശ്യമാണ്. നമ്മൾ ഒരു സംഭവത്തെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ മാധ്യമങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ. ഏതൊരു യഥാരാജ തഥാ പ്രജ എന്നൊരു ചൊല്ലുണ്ട്. രാജാവ് എങ്ങനെയാണോ രാജാവ് അതനുസരിച്ചായിരിക്കും പ്രജകളെന്ന് തിരിച്ചും ചൊല്ലാം. യഥാ പ്രജ തഥാ രാജ. അതേപോലെയാണ് ജനങ്ങൾ എങ്ങനെയായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ. ജനങ്ങൾ നല്ല രീതിയിലേക്ക് പോകാൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മാറും. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിലുള്ള ആളുകളാണ്, ജനങ്ങൾ തന്നെയാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ ഓരോ മാധ്യമ പ്രവർത്തകനും ഇവിടെ ഞാനിതോട് പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടി, ഇവിടെ നിന്ന് വന്ന ആളുകൾ എന്റെ കുറെ സഹപ്രവർത്തകരായിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പൊ വെറുതെ എന്തിനാണ് ഇവിടെ പത്രക്കാരൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇന്നോ നാളെയോ ഇന്നലെ വന്ന ആളുകളുള്ളത് കൊണ്ട്, ഷെഫീഖ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ പഠിച്ചവരാണ്. അപ്പൊ ഇന്നലെ വന്ന ആളുകളുള്ളത് പോലെ തന്നെ നാളെയും ഈ സ്ഥാപനത്തിൽ നിന്ന് സുപ്രഭാതത്തിലേക്കോ അല്ല മറ്റു പല പത്രങ്ങളിലേക്കോ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ഏറ്റവും പ്രധാനപ്പെട്ട ബോധമെന്ന് പറയുന്നത് ഇതായിരിക്കണം. ധർമ്മച്യുതി ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ധർമ്മച്യുതി ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം അതുകൊണ്ട് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവാം. നിങ്ങൾക്ക് കുറെ വിരോധികളെ സമ്പാദിക്കേണ്ടി വരാം. എന്നാൽ പോലും നിങ്ങൾ അവിടെ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നെ ഇത്രയും നേരം കേട്ടതിന് ഞാൻ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. ഈ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകരോട്, എന്റെ സ്ഥാപനത്തിന്റെ സാരഥികളോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.